ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു വരുതേ. അപ്പോൾ ഇതുപോലെയുള്ള ടൂണ നമ്മൾ വാങ്ങിക്കുന്ന ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നൊരു അടിപൊളി റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇതുപോലെ ഒരു ഓയിൽ ഉണ്ടാവും. ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഓയിൽ ഒഴിവാക്കിയിട്ട് തയ്യാറാക്കാം കേട്ടോ. ഞാനിവിടെ 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു പിടി മല്ലിയില, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തത്, പച്ചമുളക് കൊണ്ട് കേട്ടോ, ഒരു 3 പച്ചമുളകും കൊണ്ട് ചതച്ചെടുത്തത്. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു ഫ്രൈ പാനിൽ ഒഴിച്ചിട്ട് 2 സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഏകദേശം ആ ഒരു ടിന്നിൽ വരുന്ന ടൂണയ്ക്കുള്ള അളവായിട്ട് നമ്മൾ എടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൊണ്ട് ഇവിടെ ചതച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയും സവാളയും നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിനുവേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാല അല്ലെങ്കിൽ ഇറച്ചി മസാല ഏതെങ്കിലും ഒരു മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആ ഒരു ഓയിലുള്ളത് കളഞ്ഞു കേട്ടോ. ഓയിലാണ് ഈ ടൂണമീൻ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഓയിൽ കളഞ്ഞില്ല എന്നോർത്തും കുഴപ്പമില്ല. ഓയിലോട് കൂടി ചേർത്ത് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഒരുപാട് മീനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൂണ റോസ്റ്റാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പീസ് ഒക്കെ ആയിട്ട് റിപ്പിൾസ് പെർ ചാനലിലൂടെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.